ബൈക്കേഴ്സിൻ്റെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വെറും ഹെൽമെറ്റും ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മളെ മൈൻഡിലേക്ക് വരിക. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും കൂടുതലൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമുക്ക് ബ്രേക്ക് പാഡ്സ്. അപ്പോൾ ഈ ബ്രേക്ക് പാഡ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വെറും പ്രൈസ് മാത്രം നോക്കാതെ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ റൈഡിങ് സ്റ്റൈൽ എന്താണോ, നമ്മുടെ ബൈക്ക് ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ബ്രേക്ക് പാഡ്സ് ചൂസ് ചെയ്യാൻ. നമുക്കിപ്പോൾ നിലവിൽ 3 ടൈപ്പ് ഓഫ് ബ്രേക്ക് പാഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു റൈഡിങ് സ്റ്റൈൽ ഭയങ്കര സ്ലോ സ്പീഡ് സിറ്റി യൂസ് കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യണുള്ളെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഈ ഒരു പറഞ്ഞ പ്രൈസാണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഐറ്റം വരുന്നത് നമുക്ക് സെറാമിക് ബ്രേക്ക് പാഡ്സ് ആണ്. ഈ സെറാമിക് ബ്രേക്ക് പാഡ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ കോമ്പൗണ്ട് നമ്മൾ സെറാമിക് മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡസ്റ്റ് കാര്യങ്ങൾ വരുന്നത് കുറച്ചും കൂടി കുറവായിരിക്കും. നമുക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിലൊരു 1500 റുപ്പീസ് വരെ നമുക്കിതൊരു പ്രൈസ് വരുന്നത് സെറാമിക്കിൻ്റെ. ഹൈ പെർഫോമൻസ് ബൈക്സിന് കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് 600cc ബൈക്ക് അബോവ് ബൈക്സിനാണ്. കൂടുതൽ നമുക്ക് വരുന്നത് സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ആണ്. ഈ സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് എന്താ, നമുക്ക് ഹൈ സ്പീഡ് അതുപോലെ തന്നെ ഹൈ ഹീറ്റ് സമയത്ത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റെയിൻ ഉള്ള സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് യൂസ് ചെയ്യുന്നത്. സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പ്രീമിയം കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസസ് വരുന്നത് ഒരു 2200 മുതൽ ഒരു 3800 4000 റേഞ്ച് വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രൈസുകൾ വരുന്നത്. നമുക്ക് ഒരുപാട് ബ്രാൻഡ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ബ്രേക്ക് പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രൈസ് മാത്രം നോക്കാതെ നിങ്ങളുടെ റൈഡിങ് സ്റ്റൈൽ, നിങ്ങളുടെ ബൈക്ക് ഏതാണ്, നിങ്ങൾക്ക് എത്രത്തോളം ബ്രേക്കിംഗ് അതിന് ആവശ്യമുണ്ട് എന്നൊക്കെ നിങ്ങൾ കറക്റ്റ് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ബ്രേക്ക് പാഡ്സ് നിങ്ങൾ നെക്സ്റ്റ് ടൈം ചൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഹാഷ് മോട്ടോഴ്സ് ഫോളോ ചെയ്യുക. താങ്ക് യു.